തലസ്ഥാന ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയുടെ സീറ്റ് ധാരണ ഏകദേശമൊക്കെ പൂർത്തിയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെയുള്ള പാർട്ടി പ്രവർത്തകരോടും അതുപോലെ തന്നെ മുന്നണി ബന്ധമുള്ള നേതാക്കളോടുമൊക്കെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ്. 14 സീറ്റുകളിൽ 10 സി പി എമ്മിന് തന്നെ ഉള്ളതാണ്. 2 CPIക്കും, ഒന്ന് കേരള കോൺഗ്രസിനും, മറ്റൊന്ന് JSD ഇപ്പോഴില്ല, ISJD അതായത് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിനുമാണ് വെച്ച് മാറ്റിയിരിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത് കോവളം മണ്ഡലത്തെ കുറിച്ചാണ്. മറ്റു മണ്ഡലങ്ങളുടെ കഥ ഞാൻ പിന്നാലെ പറയും. കോവളം മണ്ഡലത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു. അവിടെ വെങ്ങാനൂർ ഡിവിഷൻ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ശ്രീ ഭഗത് റൂഫസിനെ ഞാൻ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിരുന്നു. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഭഗത് റൂഫസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കും. ഭഗത് റൂഫസ് നിലവിൽ RJD രാഷ്ട്രീയ ജനതാദളിന്റെ സംസ്ഥാന യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ RJDക്ക് അവിടെ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ISJD ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിലേക്ക് ഈ ഭഗത്ത് പോകുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പോകാതിരിക്കാൻ തരമില്ല. കാരണം ISJD ഭഗത്തിനെ അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭഗത്തിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് അവരുടെ മോഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ISJD നേതാക്കൾ അങ്ങനെയാണ് ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞത്. അപ്പോ ISJDയുടെ സ്ഥാനാർത്ഥിയായി ഭഗത് റൂഫസ് വരുമ്പോൾ ഇതിനകത്ത് ഒരു വലിയ വെല്ലുവിളിയുണ്ട്. ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു മഹാമഹം നടത്തിയ ഒരു മഹാപ്രതിഭ RJDയിൽ നിന്ന് സ്ഥാനം രാജിവെച്ച് ISJDയിൽ പോയി ലയിക്കുകയാണെന്നൊരു വലിയ വമ്പൻ സമ്മേളനമൊക്കെ നടത്തിയിരുന്നു. മറ്റാരുമല്ല, മുമ്പ് BJPക്ക് വേണ്ടി BDJS അതായത് തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയിൽ നിന്ന് അവിടുത്തെ താലൂക്ക് യൂണിയന്റെ NSSന്റെ അല്ലെ SNDPയുടെ താലൂക്ക് നേതാവൊക്കെ ആയ TN സുരേഷ് ആണ് അന്ന് BDJSന് വേണ്ടി ഇടത് വലത് മുന്നണികൾക്കെതിരെ രാഷ്ട്രീയ വിധി എഴുത്ത് നേരിട്ടത്. അപ്പോ ഈ TN സുരേഷ് ഇപ്പോൾ നോക്കിയപ്പോൾ BDJSനോ BJPക്കോ ഒന്നും സ്ഥാനമില്ല. കോവളത്ത് നിന്നാൽ ജയിക്കുകയുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ഇടതു മുന്നണിയുടെ കാൻഡിഡേറ്റ് ആകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ RJDയിൽ നിന്ന് വിട്ട് നേരെ ISJDയിലേക്ക് ലയിക്കുകയാണെന്നൊരു മഹാസമ്മേളനം ഒക്കെ നടത്തി. പക്ഷെ അയാളുടെ ലയനത്തെ കുറിച്ചൊന്നും ISJD വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പാർട്ടിക്കുള്ളിലും ആ മണ്ഡലത്തിനുള്ളിലും അയാൾക്കെതിരെ വലിയ പ്രചരണമാണ് നടക്കുന്നത്. BJPക്ക് വോട്ട് പിടിച്ച ഒരാള് എങ്ങനെ CPMന് വേണ്ടി വന്ന് മത്സരിക്കും, അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് വേണ്ടി മത്സരിക്കുമെന്ന വലിയ ചോദ്യം വരുന്നുണ്ട്. പക്ഷെ വമ്പൻ പണച്ചാക്കാണ് ഈ TN സുരേഷ്. പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് ആരെയും സ്വന്തമാക്കാം, ഏത് രാഷ്ട്രീയ നേതൃത്വത്തെയും തന്റെ വരുതിയിലാക്കാം എന്ന ഒരു വല്ലാത്തൊരു വളഞ്ഞ വഴിയും ഇംഗിതവും TN സുരേഷിനുണ്ട്. അതുകൊണ്ട് തന്നെ TN സുരേഷ് മറ്റു മുന്നണികളോട് കളിക്കുന്നത് പോലെയല്ല ഇടതു മുന്നണിയോട് കളിക്കുന്നത് എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടി ഇടതു മുന്നണിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആഴ്ച തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഭഗത് റൂഫസ് ആകും കോവളത്ത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരിക എന്നത് 99.9% ഉറപ്പായി കഴിഞ്ഞു. ഇതിനിടയിൽ ഇനി വലിയ മറിമായങ്ങളൊന്നും സംഭവിക്കാനും പോകുന്നില്ല. ഈ വരുന്ന ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഭഗത് റൂഫസ് RJDയിലേക്ക് ISJD ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിലേക്ക് ലയിക്കുകയും അദ്ദേഹം ആ പാർട്ടിയിൽ നിന്നാകും ജനവിധി തേടുക എന്നും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം ഒരേ മുന്നണിയിലാകുമ്പോൾ രാഷ്ട്രീയ മാറ്റമൊക്കെ സ്വാഭാവികം. RJDയും ജനതാദളൊക്കെ രാഷ്ട്രീയ ജനതാദളും ഒക്കെ ഒരേ രാഷ്ട്രീയ സ്വഭാവം കൈകാര്യം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളായതുകൊണ്ട് അതിൽ നിന്ന് അങ്ങനെ ഒരു മാറ്റം വലിയൊരു നയമാറ്റമായി ഒന്നും ആളുകൾ ഗണിക്കുകയില്ല. എന്നാൽ ഭഗത് റൂഫസ് മണ്ഡലത്തിൽ തന്റെ സ്വന്തം മണ്ഡലമായ വെങ്ങാനൂർ ഡിവിഷനിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നാട്ടുകാർക്ക് ഓർമ്മയുണ്ട്. ഏകദേശം ബാലരാമപുരം, നേമം ആ ഭാഗം മുഴുവൻ, അതായത് പ്രാവച്ചമ്പൽ അങ്ങനെ തുടങ്ങിയ ഭാഗം, പള്ളിച്ചൽ, കല്ലൂര്, അങ്ങനെ ഏകദേശം വിഴിഞ്ഞം, കോവളം മണ്ഡലം എന്ന് പറയും. മണ്ഡലത്തിന്റെ ഒരു 70% വോട്ടർമാരെയും ഉൾക്കൊള്ളുന്നതാണ് ഈ വെങ്ങാനൂർ ഡിവിഷൻ എന്ന് പറയുന്നത്. അത്രമാത്രം വിശാലമാണ് വെങ്ങാനൂർ ഡിവിഷൻ. അതായത് 70% വോട്ടർമാരെങ്കിലും ഈ ഡിവിഷനിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പോരാത്തതിന് അതിന്റെ ഭഗത്തിന്റെ മറ്റു കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. ഭഗത്ത് ഈ വെങ്ങാനൂർ ഡിവിഷനിലെ സർക്കാർ സ്കൂളുകളിൽ പോലും ജിംനേഷ്യം സ്ഥാപിച്ചു. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്ക് സമഗ്രമായ കാഴ്ചപ്പാടോടുകൂടി പദ്ധതി അവതരിപ്പിച്ച് അത് ഏകദേശം വിജയിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും ഒരുമിച്ച് ചേർത്ത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വസ്തുക്കൾക്കും അതുപോലെ തന്നെ പിടിക്കുന്ന മത്സ്യങ്ങൾക്കുമൊക്കെ നല്ല വില കിട്ടുന്ന നല്ല ബ്രാൻഡഡ് മത്സ്യമാക്കി കയറ്റി അയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ ബ്ലൂ പ്രിന്റിലുണ്ട്. തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലൊക്കെ അദ്ദേഹം അത് എന്നോട് പല ആവർത്തി പറഞ്ഞതുമാണ്. അങ്ങനെ ഒരാൾ മത്സര രംഗത്ത് വരുമ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നു, എങ്ങനെയാണ്, ഇത് ആരാണ് എന്നൊക്കെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉയർന്നു വരാം. ഈ ഭഗത് റൂഫസ് എന്ന് പറയുന്നത് പഴയ അടിയന്തരാവസ്ഥക്കാലത്ത്, നമ്മുടെ അടിയന്തരാവസ്ഥക്കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ സമരം നടത്തിയതിന് ജയിലിൽ കിടന്ന
റൂഫസ് ഡാനിയലിന്റെ മകനാണ്. റൂഫസ് ഡാനിയൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ SFI കാരനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ജയിൽവാസവും ഒക്കെ അനുഭവിച്ച് അദ്ദേഹം ധാരാളം പോലീസ് പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി അദ്ദേഹം തഴക്കം വന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഡയാലിസിസ് സംവിധാനം, പഞ്ചായത്ത് തലത്തിലുള്ള ഡയാലിസിസ് നിർബന്ധമാക്കിയത്. കാരണം മറ്റൊന്നുമല്ല, ഈ ഫഹദ് റൂഫസിന്റെ അമ്മയും ഈ റൂഫസ് ഡാനിയൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണപ്പെടുന്നത്. അപ്പോൾ ഡയാലിസിസ് എന്ന് പറയുന്ന വലിയ ഭാരിച്ച ചിലവുള്ള ചികിത്സാ രീതി അമ്മയ്ക്ക് നൽകുന്നതിന് ഭഗത് റൂഫസും അതുപോലെ ഭാര്യയ്ക്ക് നൽകുന്നതിന് റൂഫസ് ഡാനിയലും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സങ്കടങ്ങൾ അവര് നേരിട്ട് അനുഭവിച്ചത് കൊണ്ട് അദ്ദേഹം ഭരണത്തിൽ വന്ന ഉടനെ തന്നെ ആദ്യം ചെയ്തത് ഡയാലിസിസ് സംഭവങ്ങൾ, അതിനുവേണ്ട ക്രമീകരണങ്ങൾ സർക്കാർ ആശുപത്രികൾ ചെയ്യുക എന്നതാണ്. ഭഗത് റൂഫസ് വെങ്ങാനൂർ ഡിവിഷൻ പ്രതിനിധീകരിച്ചപ്പോഴും ഇതേ പദ്ധതി തന്നെ ജില്ലാ പഞ്ചായത്തിലെ എല്ലാ ആശുപത്രികളിലും നടപ്പിലാക്കി. പോരാത്തതിന് ഡയാലിസിസിന് എത്തുന്ന സാധാരണക്കാർക്ക് 4000 രൂപയുടെ ധനസഹായവും ജില്ലാ പഞ്ചായത്ത് നൽകുന്നുണ്ട്. ആലോചിച്ച് നോക്കുക, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വലിയ ഡെഡിക്കേഷൻ, തന്റെ അമ്മ നേരിട്ട സങ്കടം, തന്റെ കുടുംബം നേരിട്ട സങ്കടം മറ്റൊരാൾ നേരിടാൻ പാടില്ല എന്ന ഇച്ഛാശക്തി കൊണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഭഗത് M.Tech കാരനാണ്. എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ബിരുദമുള്ള ഭഗത്തിന് കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും കെട്ടിവെച്ചിട്ട് പോയാൽ നടക്കുകയില്ല. ഭഗത്ത് നിന്ന് പറയും, ഇങ്ങനെ കെട്ടിയാൽ മതി, ഇങ്ങനെ കെട്ടുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറയും എന്ന തരത്തിൽ ഈ കരാറുകാരെ ചോദ്യം ചെയ്ത് കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഭഗത്തിന് ഇച്ഛാശക്തിയുണ്ട്, ആജ്ഞാശക്തിയുമുണ്ട്. പിന്നെ പതിവ് രാഷ്ട്രീയ ശൈലിയിൽ അദ്ദേഹം സംസാരിക്കും. ഒരു അക്കാദമിക് താല്പര്യമുള്ളതും അക്കാദമിക് ഇന്റലക്ച്വൽ ആയതുകൊണ്ടും സംസാരിക്കുന്നതിന് ഒരു രാഷ്ട്രീയക്കാരന്റെ ധാർഷ്ട്യമോ അല്ലെ രാഷ്ട്രീയക്കാരന്റെ വലിയ വീമ്പിളക്കലുകളോ ഒന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലോ സംഭാഷണത്തിലോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്, നിശ്ചയദാർഢ്യമുള്ള രാഷ്ട്രീയക്കാരനാണ്, ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയക്കാരനാണ്. പറഞ്ഞത് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്, ഇടതുമുന്നണി ഒരിക്കലും TN സുരേഷിനെ പോലുള്ള തട്ടിപ്പുകാർക്ക് ആ ബാറ്റൺ കൊടുക്കില്ല. കോവളം തിരിച്ചു പിടിക്കാൻ, വിൻസെന്റിന്റെ കയ്യിൽ നിന്ന് കോവളം തിരിച്ചു പിടിക്കാൻ TN സുരേഷിനെ ഏൽപ്പിക്കില്ല. പകരം ഭഗത് റൂഫസിനെ ഏൽപ്പിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസവും പ്രതീക്ഷയും. അതുപോലെ തന്നെ ഇനി ഭഗത്തിന് സാമുദായിക പിന്തുണ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ കോവളം മണ്ഡലത്തിൽ മാത്രം 63 CSI ചർച്ചുകളുണ്ട്. അതുപോലെ മറ്റ് കത്തോലിക്ക സഭകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഈ സഭകളുടെയും ഈ നാടാർ കമ്മ്യൂണിറ്റി, ബഹുഭൂരിപക്ഷം നാടാർ കമ്മ്യൂണിറ്റി വരുന്ന CSI പള്ളികളുടെയും പിന്നെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് വേണ്ടി അക്ഷീണം അഹോരാത്രം പരിശ്രമിക്കുന്ന വ്യക്തിയാണ് ഭഗത് റൂഫസും അച്ഛൻ ഡാനിയൽ റൂഫസും. അപ്പോ ഇവരോടുള്ള കമ്മിറ്റ്മെന്റ്, ഈ ജനങ്ങളോട് ഇവർക്കുള്ള കമ്മിറ്റ്മെന്റ് ജനങ്ങൾക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് ഭഗത്ത് വരികയാണെങ്കിൽ വിൻസെന്റിന് ആ കോട്ട വിട്ടൊഴിഞ്ഞു പോകേണ്ടി വരും. മാത്രമല്ല വിൻസെന്റ് നേരിടുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ, യാതൊരു വികസന പ്രവർത്തനങ്ങളിലും പങ്കാളിയാകാതെ, വികസന പ്രവർത്തനം പങ്കാളി അല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടും അവിടെ കൊണ്ട് ഫ്ലെക്സ് വെക്കുന്ന കോൺഗ്രസിന്റെ രീതി ഇപ്പോഴും വിൻസെന്റ് തുടരുന്നുണ്ട്. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാം. എന്നാൽ ചെയ്ത കാര്യങ്ങൾ പോലും ഒരു ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ പോലും അറിയിക്കാൻ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ചെയ്യുന്നത് വലത് കൈ കൊടുക്കുന്ന നന്മ ഇടത് കൈ അറിയരുത് എന്ന പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ഈ ഭഗത്തൊക്കെ. അതുകൊണ്ടാണ് ഭഗത്തൊക്കെ ഇപ്പോൾ തന്നെയും സോഷ്യൽ മീഡിയ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അങ്ങനെ ഒരു സെൽഫ് പ്രൊമോഷനോ അതിനൊന്നും പോകാതെ ഏറ്റെടുത്ത ജോലി കൃത്യമായി ചെയ്യുക. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഇടതുമുന്നണി നിർത്തുകയാണെങ്കിൽ കോവളം തിരിച്ചു പിടിക്കും. അങ്ങനെയാണെങ്കിൽ 14 അതായത് 14 സീറ്റുകളിൽ 14 LDF ആകും തിരുവനന്തപുരത്ത് ജയിക്കുക എന്നതിൽ സംശയമില്ല. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് ത്രികോണ മത്സരം ശക്തിയായി നടക്കാൻ പോകുന്നത്. അവിടെ നമുക്ക് ചോദ്യചിഹ്നങ്ങൾ ഉയർത്തേണ്ടി വരും. എങ്കിലും കോവളത്ത് ഭഗത്ത് തന്നെ വിജയിക്കും. 14 ഇടതുമുന്നണിക്ക് തന്നെ ലഭിക്കുമെന്ന ഒരു സാധ്യതയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റ് മറിമായങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെ നടക്കും. ഭഗത് റൂഫസിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കട്ടെ. അദ്ദേഹം കോവളം മണ്ഡലത്തെ വെന്നിക്കൊടി പാറിച്ച് ലോക നെറുകയിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.